പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഏറെക്കുറെ ശരിയാണെന്ന് തെളിയാണ്. ഇപ്പോൾ അന്തിക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നു മുൻ PA-ക്കെതിരെ. എന്താണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്? ഇതിൻ്റെയൊക്കെ ഏറ്റവും എടുത്ത് പറയാനുള്ളത്, അവരെ ഈ പറഞ്ഞ PA-നെ പഠിപ്പിച്ചത് CPI ആണ്. CPIയുടെ ഉന്നത നേതാവായിട്ട് മുൻ മന്ത്രിയായിരുന്ന സുനിൽ കുമാറാണ് എന്നെ നേതൃത്വപരമായി പങ്കുവച്ചത്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ കയ്പമഠത്ത് വലിയ മത്സരം നടത്തുന്നുണ്ട്. വർഷരാജായിരുന്നു അന്നത്തെ പാർട്ടി സെക്രട്ടറി. ആ സെക്രട്ടറിക്ക് തന്നെ 2024 പരാതി കൊടുത്തതാണ്. അവരെന്നാണ് വില കഴിച്ചില്ല. അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവരെ കൊണ്ട് ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ കൊണ്ട് എത്ര കണ്ട് വിഹിതം കിട്ടുന്നു അതിനനുസരിച്ച് ചില സെറ്റിൽമെൻറ്റുകളാണ് എന്നെ MLA ആക്കിക്കൊണ്ട് ഇവർ പാർട്ടി ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും മുൻപതിൽ പ്രവർത്തിച്ചത് മുമ്പത്തെ മന്ത്രിയായിട്ടുണ്ടായിരുന്ന VS സുനിൽകുമാറാണ്. ഈ പാർട്ടിയെ നശിപ്പിക്കും എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഇത് ന്യൂസൊക്കെ വലിയ പത്രത്തിൽ വന്ന ന്യൂസാണ്. ഇതൊക്കെ CPIയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പത്രത്തിൽ ന്യൂസ് വരാനുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ പല മേഖലയിലും പല സ്ഥലത്തും വെച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ സുനിൽകുമാർ മാത്രമല്ല, TR രമേഷ്കുമാർ, അതുപോലെ തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ള ആൾക്കാർക്ക് എന്നോട് ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ ആ വിഷയത്തിൽ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ ഒപ്പിട്ട് കള്ളൊപ്പിട്ട് ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ മറ്റേ ലെറ്റർ പേഡിൽ ഒപ്പിടുന്നുണ്ടെങ്കിലും ഞാൻ മാത്രമാണ്. എന്നുവെച്ചാൽ എൻ്റെക്കെന്ന് എപ്പോൾ വേണമെങ്കിലും ലെറ്റർ പേഡിൽ മേടിച്ച് പോകുന്ന ഒരു സമീപനമായിരുന്നു എൻ്റെ മുമ്പത്തെ സെക്രട്ടറി ആയിരുന്ന PA മസൂദ്. അതിനകത്തൊരു കാര്യം, അതായത് ഈ വ്യാജ ഒപ്പിടുന്ന വിവരം നമ്മൾ എപ്പോഴാണ് അറിയുന്നത്? ഈ പോലീസിൽ എന്നാണ് പരാതി കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടില്ല, വേറെ ആർ വിവരാശം വെച്ച് പരാതി കൊടുത്തതാണ്. ആ പരാതി പറയാൻ എന്നോട് പോലീസ് ഒന്ന് ചോദിക്കേണ്ടായി. ആ പോലീസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് പരാതി വിവരാശം കൊടുത്തപ്പോൾ ആ ലിസ്റ്റ് കിട്ടിയപ്പോഴാണ് എനിക്കറിയുന്ന എൻ്റെ ലെറ്റർ പേഡ് പൂർണ്ണമായി ഉപയോഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതുമായി ചെന്ന് സംസാരിച്ചപ്പോൾ VS സുനിൽകുമാർ പറഞ്ഞത് ഇതൊക്കെ സാധാരണയുള്ള കേസാണ്, അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ലെറ്റർ പേഡ് ഇയാൾ അവരുടെ ഡ്യൂട്ടി എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ MLA ഒപ്പിട്ട് കൊടുക്കണം. കള്ളൊപ്പിട്ടിട്ടാണ് അത് രേഖപ്പെടുത്തുക. അത് രേഖയുണ്ട്, വിവരാവകാശ രേഖയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സെക്രട്ടറി, നിയമസഭാ സെക്രട്ടറി അവരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതി എന്നെ വിളിച്ച് പാർട്ടി ഇടപെട്ടവർ ചില ചർച്ചകൾ ചെയ്തു. ചർച്ച ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ ഞാൻ ചെയ്തതാണ് എന്ന് പാർട്ടി പറയേണ്ടായി. അപ്പോൾ ഞാനത് പറയാൻ ഉദ്ദേശിച്ചു. സുനിൽകുമാറുടെ അറിവോട് കൂടി തന്നെയാണെന്നുള്ളതാണ്. അതന്നെ, മുമ്പ് സുനിൽകുമാറിൻ്റെ PA ആയിരുന്നു ഈ അദ്ദേഹം. ഇയാൾക്ക് കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അവരെ കാര്യം നടപ്പാക്കാൻ വേണ്ടി എന്നെ ഉപയോഗിക്കുകയായിരുന്നു സുനിൽകുമാറും ടീമും. അതാണ് ഈ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയവർ എന്ന് പറഞ്ഞത്. അതിപ്പോൾ പേര് പറഞ്ഞല്ലോ. ഇതായിരുന്നു ശരിക്കും ഇതായിരുന്നു കള്ളത്തരമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതിൻ്റെ പ്രതിഷേധമാണ് ഇതൊക്കെ. പിന്നെ അത് മാത്രമല്ലേ, ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ വലിയൊരു വോട്ടിനെ ഈ പറഞ്ഞ കക്ഷി തോൽക്കണ്ടായി. തോറ്റപ്പോൾ മാനസികമായ തകരാറായിട്ട് ഓടി നടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. പല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, തൃശ്ശൂർ പോകുന്നു. ഇപ്പോൾ തൃശ്ശൂർ പോയിട്ട് അത് കിറ്റ് പിടിച്ചതിന് വലിയ വിഷയമുണ്ട്. അതൊക്കെ ഒന്ന് ഓടി നടക്കുകയാണ്. മാനസികമായ തകരാറാണ് അയാൾക്കുള്ളത്. ആ മാനസിക തകരാറ് കുറേ ആൾക്കാർക്ക് ഉണ്ട്. അങ്ങനെ ആ തകരാറ് ഇനിയിപ്പോൾ നാളെ പറയും ഞങ്ങളങ്ങനെ തകരാറ് പഠിപ്പിക്കാൻ വരണ്ടെന്ന് ചിലപ്പോൾ CPI പറയും. വലിയ വലിയ പ്രസംഗം. ഇപ്പോൾ അടുത്ത ദിവസം ദേശീയ നേതാക്കന്മാരോട് വരുന്നുണ്ട്. ഈ പറയുന്ന പ്രതിപക്ഷ LDF സ്ഥാനത്ത് വിജയിപ്പിക്കാനായിട്ട് വരട്ടേന്നേ. അവരൊക്കെ വരട്ടെ. വന്നു കഴിഞ്ഞാൽ തന്നെ അസലായിട്ട് മറുപടി കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ട്. ആ വരുന്ന പക്ഷം ഈ പറയുന്ന അവരറിഞ്ഞിരിക്കണം ഈ വാർത്തയെ കൂടെ. ഈ പാർട്ടിയെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടുക്കും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതിൻ്റെ അക്ഷരം ഉണ്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. ഇതൊരു പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞതോടൊപ്പം ഒരു വിഷയമുണ്ടായി. ഇത് റിസർവേഷൻ നടത്തിയതാണ് സുനിൽകുമാർ. എന്നുവെച്ചാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ സുനിൽകുമാറിന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ വനിത വന്നാൽ ഇവിടെ വനിതയെ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വനിതയെ നിർത്തി തൃശ്ശൂർ മണ്ഡലം എനിക്ക് മത്സരിക്കാമെന്ന ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നെങ്കിലും ഇവിടെ ഗീതാകുബൈ സുനിൽകുമാറിൻ്റെ അഡ്രസ്സ് ഇല്ലാതായി. അതാണ് ഇതിലുള്ള മാനസിക തകരാറ്. ഇനി കുറേ കഴിയുമ്പോൾ മേക്ക് വെച്ച് പ്രസംഗിക്കാൻ സാധ്യതയുണ്ട്. അതായത് സുനിൽകുമാറിന് മാനസിക തകരാറാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതാണ് മാനസിക തകരാറ്. ഈ തുടർച്ചയായിട്ടുള്ള പരാജയമാണ് ഈ മാനസിക വിഭ്രാന്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ വോട്ട് തന്നെയല്ല തോറ്റത്. ആൾ വിചാരിച്ച മുമ്പ് മന്ത്രിക്കായ ജനങ്ങൾ മുഴുവൻ ആളെ അംഗീകരിക്കുന്ന വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായില്ല ഇപ്പോൾ. അതുപോലെ തന്നെ PA-നെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത് ഞാൻ MLA ആണെങ്കിലും MLA മസൂദായിരുന്നു. എൻ്റെ ഒപ്പ് മേടിച്ച് അയാളെ നല്ല കാര്യം നടത്തിയിരുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ പാർട്ടിയുടെ ലീഡർഷിപ്പിനോടൊക്കെ ഞാൻ ഈ കാര്യങ്ങൾ ഭംഗിയായി തുറന്നു പറഞ്ഞിട്ട് ഒരു നടപടി സ്വീകരിച്ചില്ല. പാർട്ടിയോട് പറഞ്ഞ സമയത്ത് അവരുടെ നിലപാട് എന്തായിരുന്നു? ഇതൊക്കെ സാധാരണയാണ് പറയുന്നത്. അതാണോ? അതല്ലല്ലോ ശരി. ഒരു നിലവിലുള്ള MLA-യുടെ കള്ളൊപ്പിട്ടിട്ട് ഇതൊക്കെ രേഖയുള്ളതാണത്. സർക്കാർ രേഖയുള്ളതാ. ഒരു പൈസ പോലും പറ്റിക്കാൻ പാടില്ല സഭയിലത്തെ. ആ സഭയിലത്തെ പൈസ പറ്റിച്ചിട്ട് പോയ ഒരു വ്യക്തി കൂടിയാണ് ഈ പറഞ്ഞപ്പോൾ കേസിൻ്റെ അന്തിക്കാട് സ്റ്റേഷനെ മാറ്റിയാൻ ഒരു റിപ്പോർട്ടുകാരനെ വിളിക്കാണ്ടായി. ഞാൻ പറയും നിയമസഭയായിട്ട് ബന്ധപ്പെട്ട കേസ് എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്? അത് കൈമാറിയിട്ടാണെന്ന് പറയുന്നത്.